ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഓർത്തിട്ടാണല്ലോ ഓരോ ദിവസവും പുലരുന്നത്. ഇതിന് ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ആരാണ്? മക്കളെ വളർത്തുന്ന മാതാപിതാക്കളോ, മാതാപിതാക്കളെ മനസ്സിലാക്കാത്ത കുട്ടികളോ? മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെ ശിക്ഷണത്തിൽ വളർത്തൂ. അധ്യാപകർക്ക് അതിനുള്ള അധികാരവും നൽകൂ. നമ്മുടെ മക്കളെന്ന് കരുതി അവരെ പൂർണ്ണമായി വിശ്വസിക്കരുത്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും വാത്സല്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു ഡിറ്റക്റ്റീവ് റോളും നിങ്ങൾക്കുണ്ട്. വീട്ടിലെ അരുമയായ മക്കളാകണമെന്നില്ല, പുറത്ത് ശ്രദ്ധ അത്യാവശ്യം തന്നെ. ഓൺലൈൻ ക്ലാസുകൾ മറ്റൊരു വില്ലനായി. എങ്ങനെ? അതിനുശേഷം എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഫോണായി. സ്വന്തമായി കയ്യിൽ കിട്ടിയ ഒന്നിനെ അവർ വെറുതെ വിടുമോ? റീൽസുകളെല്ലാം റിയാലിറ്റികളായി. ലോകം സ്ക്രീനിനുള്ളിൽ ഒതുങ്ങിപ്പോയി. ഗെയിംസിൻ്റെ മായാലോകത്ത് അകപ്പെട്ടു. മാതാപിതാക്കളും സഹോദരങ്ങളും അയൽപ്പക്കവുമായിട്ടുള്ള സമ്പർക്കം കുറഞ്ഞു. ഒരു കൊച്ചുകുട്ടി മുതൽ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ്. എന്തിനാണ് നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത്? പോസിറ്റീവായി അത് ഉപയോഗിക്കുവാൻ പാകത്തിന് ഒരു പക്വത പോലും അവർക്കായിട്ടില്ല. അല്ലെങ്കിലും കുട്ടികൾക്ക് എന്തിനാണ് സ്വന്തമായി മൊബൈൽ ഫോണും ലാപ്ടോപ്പും? എന്തെങ്കിലും പഠനാവശ്യത്തിന് അവർക്ക് മാതാപിതാക്കളെ ആശ്രയിക്കാമല്ലോ. അവർ പഠിച്ച് ജോലി വാങ്ങി സ്വന്തമായി അധ്വാനിക്കുമ്പോൾ നേടാവുന്നതേയുള്ളൂ ഇതെല്ലാം. ഇങ്ങനെയൊക്കെ അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ? ഇന്നത്തെ കാലത്ത് ഇത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. എന്നാലും പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈകളിൽ സുരക്ഷിതരായിരിക്കും. 100% ഒരു 99% അങ്ങനെ തന്നെ. പരസ്പരം അറിഞ്ഞ് കളിച്ച് പങ്കുവെച്ച് ജീവിക്കുവാൻ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വരുമെന്നുള്ളത് ഉറപ്പു തന്നെ. ആദ്യം മാതാപിതാക്കൾ അതുപോലെ തന്നെ അധ്യാപകർ ഒരിക്കലും കുട്ടികളെ ഫോൺ ഉപയോഗിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അവരുടെ പഠനാവശ്യങ്ങൾക്ക് അവർ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും നേതൃത്വത്തിൽ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കട്ടെ. നമ്മുടെയെല്ലാം കാലത്ത് നമ്മൾ പഠിച്ച് ജോലിയായി സ്വന്തമായൊരു ഫോൺ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മാറ്റം നമ്മുടെ കുടുംബത്തിൽ നിന്നുമാകട്ടെ. നമ്മുടെ മക്കളെ ഫോണിൻ്റെ മോഹവലയത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ നമ്മളല്ലാതെ ആരാണ് മുന്നോട്ട് വരേണ്ടത്? മക്കൾ വീട് വിട്ടിറങ്ങുന്നതും ലഹരിക്കടിമകളാകുന്നതും മാതാപിതാക്കളെ തള്ളിപ്പറയുന്നതുമെല്ലാം എല്ലാത്തിൻ്റെയും പിന്നിലെ ഒരു ത്രെഡ് മൊബൈൽ ഫോൺ തന്നെ. കൊച്ചുകുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിയാലിറ്റിയെ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തെ പടുത്തുയർത്തേണ്ടതുണ്ട്. ഇനിയെങ്കിലും സമൂഹമേ തിരിച്ചറിയൂ. നമ്മുടെ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ നമ്മൾ തന്നെ ഒരുമിച്ച് കൈകോർക്കണം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.